Today, I am going to discuss about social media handle Dakshina showcases the way of living at Sarang, a one of its kind alternative school in Palakkad, written by Adira M. So, this is a part of AEC English language students. സോ ഇൻട്രൊഡക്ഷൻ പാർട്ട് നോക്കാം. വെരി ബിഗിനിങ്ങിൽ തന്നെ ഇറ്റ് ഈസ് മെൻഷൻഡ് അബൌട്ട് എ സോഷ്യൽ മീഡിയ ഹാൻഡിൽ, അതായത് ഒരു സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ള ഒരു ദക്ഷിണ എന്ന് പറയുന്ന ഒരു യൂസർ നെയിം, അതാണ് ഹാൻഡിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിച്ച് ഷോക്കേസസ് ദ യൂണീക്ക് ലൈഫ് സ്റ്റൈൽ ഓഫ് സാരംഗ് വിച്ച് ഇസ് ഇൻ പാലക്കാട്. ഓക്കെ, പാലക്കാടുള്ള സാരംഗ് എന്ന് പറയുന്ന ഒരു സ്കൂളും ആ സ്കൂളിനെ ചുറ്റിപ്പറ്റിയുള്ള സറൗണ്ടിങ്ങും ആ സ്കൂളിൻ്റെ ഫൗണ്ടേഴ്സ് അവരുടെയൊക്കെ ഒരു ലൈഫ്, അതാണ് ഈ ഒരു പെർട്ടിക്കുലർ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ദക്ഷിണ അതിലൂടെ പ്രേക്ഷകരോട് ഷെയർ ചെയ്യുന്നത്. Unlike traditional schools, Sarang takes an alternative approach to education, focusing on nurturing holistic learning, sustainability and creativity. അപ്പോൾ സാധാരണയൊക്കെ കണ്ടുവരുന്ന സ്കൂളിനേക്കാളും വ്യത്യസ്തമായിട്ട് സാരംഗ് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹോളിസ്റ്റിക് ലേണിംഗ്, അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിലാണ് അവിടുത്തെ പഠന രീതികളും കാര്യങ്ങളൊക്കെ. പ്രകൃതിയോടിണങ്ങി പ്രകൃതിക്ക് ദോഷം തട്ടാത്ത രീതിയിൽ ഉള്ള ജീവിതശൈലി പഠിപ്പിക്കുക, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഈ സാരംഗ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. അവർക്ക് സാധാരണ സ്കൂളുകളിൽ നിന്ന് കിട്ടുന്ന നോളജ് അതിന് പുറമെ ഈ രീതിയിലുള്ള ഒത്തിരി ഇൻഫർമേഷൻസ് അവിടുത്തെ കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. അടുത്തതായിട്ട് സാരംഗ് ഫൗണ്ടേഴ്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഗോപാലകൃഷ്ണൻ ആൻഡ് വിജയലക്ഷ്മി 1982 ഈ ഒരു സ്കൂൾ വരുന്നത്. പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ചലഞ്ചസ് ദ കൺവെൻഷണൽ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ആൻഡ് ലേണിംഗ്. ഓക്കെ, കൺവെൻഷണൽ മെത്തേഡ്സും കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോട്ട് ലേണിംഗ് പോലെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ലേണിംഗ് അല്ല ഇവിടെ, ടീച്ചിങ് ആൻഡ് ലേണിംഗ് അല്ല ഇവിടെ നടക്കുന്നത്. നേരെ മറിച്ച് കുട്ടികൾക്കിടയിൽ ക്രിട്ടിക്കൽ തിങ്കിങ് അത് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ഒരു രീതിയാണ് അവിടെ ഫോളോ ചെയ്ത് വരുന്നത്. അടുത്തതായിട്ട് പറയുന്നത് ടു മേക്ക് സച്ച് ആൻ എക്കോ ഫ്രണ്ട്ലി മോഡ് ഓഫ് എഡ്യൂക്കേഷൻ ദേ ചോസ് എ 12-acre barren land which was a hill and transformed it into a luxuriant green landscape rich in variety of plant varieties. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്കൂളും അവിടെ താമസ സ്ഥലവും അതൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ പിന്നിൽ വേറൊരു കഥയുണ്ട്. ആദ്യം അതൊരു 12 ഏക്കറോളം ഒരു ബാരൻ ലാൻഡ് ആയിരുന്നു, ഒന്നിനും ഉപയോഗശൂന്യമായിട്ട് കിടന്നിരുന്നൊരു സ്ഥലമായിരുന്നു. അതാണ് ഇതേപോലെ ഒരു ഗ്രീൻ ലക്ഷറി ലാൻഡ്സ്കേപ്പായിട്ട് അവർ മാറ്റിയത്. അവിടെ ഒരുപാട് ഔഷധ ചെടികളുണ്ട്, ഒരുപാട് അതായത് പൂച്ചെടികളും മരങ്ങളും, അതേപോലെ നല്ല ഒരു കാംനെസ് തോന്നിക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഈ സാരംഗിനെ ചുറ്റിപ്പറ്റി ഉള്ളത്. അടുത്ത പോയിന്റ്, സ്റ്റുഡൻസ് ഓഫ് സാരംഗ് എൻഗേജ് വിത്ത് ദ നേച്ചർ അറൗണ്ട് ദം വൈൽ ലേണിംഗ്. പഠിക്കുന്ന സമയത്ത് അവർ പ്രകൃതിയോട് ഇണങ്ങി തന്നെയുള്ള ഒരു എന്താ പറയുക, ഒരു സ്വസ്ഥത നിറഞ്ഞൊരു അന്തരീക്ഷം, ഒരു പുഴക്കരയിലിരുന്ന് പഠിക്കുമ്പോൾ, ഒരു മരച്ചോട്ടിലിരുന്ന് പഠിക്കുമ്പോൾ ഒക്കെ കിട്ടുന്നൊരു സമാധാനം, ആ ഒരു രീതിയിലാണ് അവിടുത്തെ കുട്ടികൾ എല്ലാ ദിവസവും ഇരുന്ന് പഠിക്കുന്നത്. ദർ ഇസ് എ യൂട്യൂബ് ചാനൽ ഓൾസോ ഫോർ ദം. അപ്പോൾ അവിടുത്തെ ലൈഫ് സ്റ്റൈലൊക്കെ ആൾക്കാർക്കിടയിൽ ഷെയർ ചെയ്യാനൊക്കെ ആയിട്ട് അവർക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. അത് ഹാൻഡിൽ ചെയ്യുന്നത് ഈ സാരംഗ് കുടുംബത്തിലെ യങ് മെമ്പേഴ്സാണ്. അടുത്തതായിട്ട് പറയുന്നത് ദക്ഷിണ ഡെൽവ്സ് ഇൻറ്റു ദ റിച്ച് ട്രഡീഷണൽ പ്രാക്ടീസസ് ഓഫ് കേരള. അപ്പോൾ ദക്ഷിണ എന്ന ഈ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലൂടെ നമ്മുടെ കേരളത്തിൻ്റേതായിട്ടുള്ള ഒരുപാട് ട്രഡീഷണൽ പ്രാക്ടീസസ് അവർ നടത്തുന്നതായിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ ദക്ഷിണ എന്ന ഒരു സോഷ്യൽ മീഡിയ ഹാൻഡിലൂടെ ആൾക്കാർക്കിടയിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇറ്റ് ഷോസ് ദ പ്രിപ്പറേഷൻ ആണ്, മിസ്സിംഗ് ആണ്. ഇറ്റ് ഷോസ് ദ പ്രിപ്പറേഷൻ ഓഫ് ഡിഷസ് മെയ്ഡ് വിത്ത് foraged greens, vegetables, tubers.
അപ്പോൾ പറയുന്നത് യൂട്യൂബ് ചാനലിലൂടെ ആണെങ്കിലും അവർക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, അതിലൂടെയൊക്കെ ആണെങ്കിലും അവർ കാണിച്ചു തരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോറേജ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറസ്റ്റിൽ നിന്നും കിട്ടുന്ന നമുക്ക് ഈറ്റബിൾ ആയിട്ടുള്ള പല ഇലച്ചെടികളുണ്ടല്ലോ, അത് വെച്ചിട്ട് എങ്ങനെ കറികൾ ഉണ്ടാക്കാം, അതേപോലെ പല വെജിറ്റബിൾസ്, ട്യൂബേഴ്സ് എന്ന് പറഞ്ഞാൽ കിഴങ്ങ് വർഗ്ഗങ്ങളാണ്, ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ടുള്ള ട്രഡീഷണൽ ഡിഷസ് അത് അവർ പരിചയപ്പെടുത്തുന്നു. അടുത്തതായിട്ട് പറയുന്നത് ദ വീഡിയോസ് ഓഫൺ നറേറ്റഡ് ബൈ വിജയലക്ഷ്മി ഹെർസെൽഫ്. അപ്പോൾ ഓരോ ഈ ഇപ്പോൾ ഫുഡ് ഉണ്ടാക്കുന്ന കറികളൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോസ് അതിൻ്റെയൊക്കെ ഒരു നറേഷൻ പാർട്ട് വിജയലക്ഷ്മി തന്നെയാണ് പറയുന്നത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേച്ചർ ഓക്യുപ്പൈസ് എ സെൻട്രൽ പൊസിഷൻ ഇൻ ദർ നറേറ്റീവ്സ്. അപ്പോൾ അവരുടെ ഏതൊരു വീഡിയോയിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം ഒരു പ്രകൃതിക്ക് നേച്ചറിന് അത്രയധികം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ഒരു രീതിയിലായിരിക്കും അവരുടെ പല രീതിയിലുള്ള അവതരിപ്പിക്കലും. അടുത്തതായിട്ട് പറയുന്നത് ദേ ഡോക്യുമെൻ്റ് റയർ റിച്വൽസ് ലൈക്ക് ഉറുമ്പൂട്ടൽ ടു ഫീച്ചറിങ് ദ ട്രഡീഷണൽ റെസിപ്പീസ് പാസ്ഡ് ഡൗൺ ത്രൂ ജനറേഷൻസ്. അപ്പോൾ ഉറുമ്പൂട്ടൽ എന്ന് പറയുന്ന ഒരു ട്രഡീഷണൽ റിച്വലാണ്. ആ ഒരു പെർട്ടിക്കുലർ റിച്വൽസ് ജനറേഷൻസ് തോറും നടത്തി വരുന്ന ഒരു രീതിയാണ് ഉറുമ്പൂട്ടൽ എന്ന് പറയുന്നത്. ഉറുമ്പൂട്ടലിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ റെസിപ്പി തന്നെയുണ്ട്, ശർക്കര അതേപോലത്തെയുള്ള റൈസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതൊക്കെ ഇവരുടെ വീഡിയോസിൽ നമുക്ക് കാണാൻ കഴിയും. ദിസ് ആർട്ടിക്കിൾ ഓതേർഡ് ബൈ ആതിര എം. അപ്പോൾ ഈ പെർട്ടിക്കുലർ ആർട്ടിക്കിൾ ആതിര എം എഴുതിയതാണ്. അത് ദ ഹിന്ദു ന്യൂസ് പേപ്പറിൻ്റെ ഓൺലൈൻ എഡിഷനിൽ 4th November 2023 പബ്ലിഷ്ഡ് ആയിട്ട് വന്നതാണ്. സോ ടെക്സ്റ്റ് ഇൻ ഡീറ്റെയിൽ നോക്കാം. ടെക്സ്റ്റ് ബിഗിൻ ചെയ്യുന്നത് തന്നെ ഉറുമ്പൂട്ടൽ, നേരത്തെ പറഞ്ഞതുപോലെയുള്ള ആ ട്രഡീഷണൽ റിച്വൽ അതിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ്. ഉറുമ്പൂട്ടൽ അല്ലെങ്കിൽ ഫീഡിങ് ഓഫ് ആൻസ്, ഉറുമ്പുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു ആചാരമാണിത്. ദിസ് ഡിഷ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ്, അപ്പോൾ ഇവർക്ക് കൊടുക്കുന്ന ആ ഒരു ഭക്ഷണം അത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റോസ്റ്റഡ് ആൻഡ് ഗ്രൗണ്ട് പുഴുക്കലരി, ഓക്കെ, അതും അതേപോലെ ജാഗറി ശർക്കര, തേങ്ങ ചിരകിയത്, പിന്നെ ക്രഷ്ഡ് പപ്പടം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ ഡിഷ് ഉറുമ്പുകൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത്. ദിസ് ഈസ് സെർവ്ഡ് ഓൺ ബനാന ലീവ്സ് കെപ്റ്റ് അറ്റ് 4 corners ഔട്ട്സൈഡ് ദ ഹൗസ്. അപ്പോൾ ഇവരുടെ വീടിൻ്റെ 4 മൂലകളിലായിട്ട് വാഴ ഇലയിലാണ് ഈ പെർട്ടിക്കുലർ ഡിഷ് ഉറുമ്പുകൾക്കായിട്ട് കൊടുക്കുന്നത്. ദിസ് ഈസ് ആൻ ഏജ് ഓൾഡ് റിച്വൽ ഇൻ കേരള ഡൺ ഓൺ ഈവനിങ് ഓഫ് തിരുവോണം. പണ്ട് കാലത്ത് തിരുവോണ നാളിൽ ഈവനിങ്ങിൽ സാധാരണ നടന്നു വന്നിരുന്ന ഒരു ആചാരം തന്നെയായിരുന്നു. അപ്പോൾ അത് ഇന്നും ഈ സാരംഗ് അവരത് ഫോളോ ചെയ്യുന്നുണ്ട്. അത് ദക്ഷിണ എന്ന ആ ഒരു പർട്ടിക്കുലർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൂടെ നമ്മൾക്ക് എല്ലാവർക്കും അവർ ഷെയർ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അവരിന്നും അത് ആചരിച്ച് പോകുന്നു എന്നത് കാണിക്കാനായിട്ട് അവരുടെ യൂട്യൂബ് ചാനലിലും അതേപോലെയുള്ള ഫേസ്ബുക്ക് പേജിലും ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ അവർ മെയിനായിട്ടും അവർ അവിടെ ഫോളോ ചെയ്ത് വരുന്ന പല ആചാരങ്ങളും അവർ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അടുത്തായിട്ട് പറയുന്നത് സിബ്ലിങ്സ് ആയിട്ടുള്ള കണ്ണകി, സാരംഗ്, ഉണ്ണിയാർച്ച, സാരംഗ്. അപ്പോൾ ഇവർ എല്ലാവരും സിബ്ലിങ്സ് ആണ്. ഇവരെല്ലാ വർഷവും അവരുടെ വീട്ടിൽ ഈ ഒരു പെർട്ടിക്കുലർ റിച്വൽ അവർ ഫോളോ ചെയ്ത് വരുന്നു. അട്ടപ്പാടി, പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടി എന്ന സ്ഥലത്താണ് സാരംഗ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ തന്നെ വിഷ്ണുജിത്ത് ഉണ്ണികൃഷ്ണനും ഇന്ദുലേഖ ഉണ്ണികൃഷ്ണനും ഉണ്ട്. അവർ ആദ്യമേ ഈ സാരംഗ് സ്കൂളിലെ സ്റ്റുഡൻസ് ആയിരുന്നു. അപ്പോൾ അവരും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദക്ഷിണ എന്ന പ്ലാറ്റ്ഫോമിൽ പലതും റെക്കോർഡ് ചെയ്യാനായിട്ട് അവരും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്തതായിട്ട് പറയുന്നത് ഈ പറയുന്ന ദക്ഷിണ അതിലൂടെ ഒത്തിരി സാരംഗിൻ്റെ ഒത്തിരി സ്റ്റോറീസാണ് അതിലൂടെ ഷെയർ ചെയ്യുന്നത്. ദിസ് സ്കൂൾ ഇസ് ഓപ്പൺഡ് ബൈ ദ ടീച്ചർ കപ്പിൾ ഗോപാലകൃഷ്ണൻ ആൻഡ് വിജയലക്ഷ്മി. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ സ്കൂള് അത് ആരാണ് അതിൻ്റെ ഒരു തുടക്കക്കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോപാലകൃഷ്ണനും വിജയലക്ഷ്മി ടീച്ചറുമാണ്. ഓക്കെ, അവർക്ക് 3 മക്കളാണ്, ഗൗതം, കണ്ണകി, ഉണ്ണിയാർച്ച. ഓക്കെ, ദേ ക്രിയേറ്റഡ് എ വേ ഓഫ് ലിവിങ് ഫോർ മെനി അതർ ചിൽഡ്രൻ ടു. അപ്പോൾ ഇവരുടെ മക്കൾക്കും അവരുടെ കുടുംബക്കാർക്കും മാത്രമല്ല
അവരുടെ ആ സാരംഗ് ഇഷ്ടപ്പെട്ട് വരുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അല്ലെങ്കിൽ ഫോർമൽ സ്കൂൾ എഡ്യൂക്കേഷൻ കിട്ടാൻ അവർക്ക് പോകാൻ പറ്റാത്ത കുട്ടികളൊക്കെ ഇവിടെ അവരുടെ സ്റ്റുഡൻസായിട്ട് ഉണ്ട്. അടുത്തതായിട്ട് പറയുന്നത് ദക്ഷിണാസ് യൂട്യൂബ്, ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റഗ്രാം പേജസ് ഹാവ് വീഡിയോസ് എബൌട്ട് ദ ലൈഫ് അറ്റ് സാരംഗ്. അപ്പോൾ അവരുടെ ദക്ഷിണയുടെ അതായത് യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പേജസിലൊക്കെ ഒരുപാട് വീഡിയോസ് ഉണ്ട്. സാരംഗ് അവിടുത്തെ ജീവിത രീതികളും പഠന രീതികളൊക്കെ കാണിക്കുന്ന ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ് എന്നാണ് പറയുന്നത്. Okay, the videos uploaded in this channel celebrates food made with foraged greens, vegetables, tubers collected from the surrounding. അപ്പോൾ അവരുടെ വീഡിയോസിലൊരു മേജർ പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അവർ പ്രിപ്പയർ ചെയ്യുന്ന ഫുഡ്, അതിലുള്ള കറികളും കാര്യങ്ങൾക്കൊക്കെയുള്ള പച്ചക്കറികളും മറ്റും ആ സാരംഗിൻ്റെ ചുറ്റുവട്ടത്തും പറിച്ചെടുക്കുന്നതാണ്. വിഷമില്ലാതെ അവർ നട്ടു വളർത്തിയ ചെടികളിൽ നിന്ന് ഉള്ളതാണ്.